പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാം, കൊച്ചക്കോട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ കിട്ടുന്ന ഒരു എനർജി, കാരണം ഒരു വൈബ് ഒരു പ്രത്യേകത തന്നെയാണ്. അതിൽ നമുക്ക് അഭിഷേകം ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ലെ നമ്മുടെ അവിടെ നിന്ന് 11 പേര് പങ്കെടുത്ത് അവരൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും നല്ല മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര കുടം ഇവിടെ 13 അമ്പലത്തിൽ നിന്നും ലഭിച്ച അർപ്പിച്ചിട്ടുണ്ട്. എന്ത് തോന്നി? അതെല്ലാം കഴിഞ്ഞ് മനസ്സിന് ഭയങ്കര സമാധാനം തോന്നി. സമാധാനം കിട്ടി, കാരണം ഇവിടെ ഇരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് നമുക്കത്. 108 ശിവലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി കുറേ കാലം കഴിയും അല്ലേ? അത്രയും വർഷങ്ങളോളം കഴിഞ്ഞിട്ട് വരുന്നതിന്റെ ആ ഒരു ചൈതന്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. അതുമല്ല, ശിവലിംഗത്തിൽ സ്വയം നമ്മൾ അർപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയത്. കാരണം മറ്റുള്ളിടത്ത് നമ്മൾ കൊണ്ടു കൊടുക്കുക, അവരത് പോറ്റി ചെയ്ത് നമുക്ക് തരുന്നു. ഒരു ശിവലിംഗത്തിനുള്ളിൽ മറ്റൊരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് 108 ശിവലിംഗങ്ങൾ. അതാണ് ബാലാലയത്തിൻ്റെ പ്രത്യേകത. പക്ഷേ 108 ശിവലിംഗങ്ങൾ ആകണം എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കണം. അന്ന് ആരും ഈ ഭൂമിയിൽ, ഇന്നുള്ള ആരും ഈ ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. പക്ഷെ ഭക്തിയോടെ ഈ ശിവലിംഗത്തിന് അഭിഷേകം നടത്തുക, ആ ശിവലിംഗത്തിൻ്റെ പ്രത്യേക ദിവസങ്ങളിൽ പൂജകളിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരത്തെ ബാലാലയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ശശികുമാരി ചേച്ചിയുണ്ട്. നമുക്ക് ഇന്നിവിടെ 13 ജ്യോതിർലിംഗങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയ ശിവലിംഗത്തിൽ അഭിഷേകമാണ് നടക്കുന്നത്. ചേച്ചി ഇപ്പോൾ ഇന്ന് അഭിഷേകം നടത്തിയില്ലേ? കൊച്ചക്കോട് നിന്നാണ് വരുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാം, കൊച്ചക്കോട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മഹാദേവന്റെ മണ്ണിൽ നിന്ന് മറ്റൊരു മഹാദേവ ലിംഗമുള്ള ഒരു പരിസരത്തേക്ക് വരികയാണ്. എങ്ങനെ തോന്നുന്നു? ഇവിടെ വന്നപ്പോൾ കിട്ടുന്ന ഒരു എനർജി, കാരണം ഒരു വൈബ് ഒരു പ്രത്യേകത തന്നെയാണ്. അതിൽ നമുക്ക് അഭിഷേകം ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ലെ നമ്മുടെ അവിടെ നിന്ന് 11 പേര് പങ്കെടുത്ത് അവരൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും നല്ല മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര കുടം ഇവിടെ 13 അമ്പലത്തിൽ നിന്നും ലഭിച്ച അർപ്പിച്ചിട്ടുണ്ട്. എന്ത് തോന്നി? അതെല്ലാം കഴിഞ്ഞ് മനസ്സിന് ഭയങ്കര സമാധാനം തോന്നി. സമാധാനം കിട്ടി, കാരണം ഇവിടെ ഇരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് നമുക്കത്. 108 ശിവലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി കുറേ കാലം കഴിയും അല്ലേ? അത്രയും വർഷങ്ങളോളം കഴിഞ്ഞിട്ട് വരുന്നതിന്റെ ആ ഒരു ചൈതന്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. അതുമല്ല, ശിവലിംഗത്തിൽ സ്വയം നമ്മൾ അർപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയത്. കാരണം മറ്റുള്ളിടത്ത് നമ്മൾ കൊണ്ടു കൊടുക്കുക, അവരത് പോറ്റി ചെയ്ത് നമുക്ക് തരുന്നു. പക്ഷെ ഇത് സ്വയം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ, പൂജ ചെയ്യാൻ, അഭിഷേകം ചെയ്യാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇനി വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാരും ഇതുപോലെ വന്ന് അഭിഷേകം ചെയ്യണമെന്നൊരു അപേക്ഷയുണ്ട്. അത് കിട്ടിയ ഒരു അനുഭൂതിയാണ് എനിക്കത് പങ്കുവയ്ക്കാൻ ഉള്ളത്. എന്തായാലും ശശികുമാരി ചേച്ചിയെ പോലെ ഒരുപാട് പേര് ഇവിടെ ആദ്യമായിട്ട് വരുന്നവരുണ്ട്. അവരെല്ലാവരും ഇതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കി തന്നെയാണ് വരുന്നത്. ഭക്തിയിൽ ഭക്തിയോടെ നമ്മൾ എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് വളരെയധികം ഇഷ്ടത്തോടെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഹൈന്ദവ വിശ്വാസികളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭക്തിയുടെ നിറവാണ് നമുക്കിവിടെ ബാലാലയത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം, സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് പേര് ഇവിടെ വരാനുണ്ട്, അവർ വരുന്നുണ്ട്. വലിയ പബ്ലിസിറ്റി ഒന്നും ഇവർ കൊടുക്കുന്നില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകതയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം.